ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടവരി തുരങ്കപാത ഇന്ത്യ ചൈന അതിർത്തിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന സേല ടണൽ. സമുദ്രനിരപ്പിൽ നിന്നും 13,000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ തന്ത്രപ്രധാന മേഖലയ്ക്ക് സവിശേഷതകൾ ഏറെയാണ്. എന്നാൽ തുരങ്ക നിർമ്മാണം ചൈനയ്ക്ക് അത്ര പിടിച്ചിട്ടില്ല. മേഖലയിലെ ഇന്ത്യയുടെ നീക്കങ്ങൾ അതിർത്തി പ്രശ്നം സങ്കീർണമാക്കുമെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് വാങ് വെൽബി. ഇന്ത്യ തുരങ്കപാത നിർമ്മിക്കുന്നതിൽ ചൈന എന്തിന് പ്രകോപിതരാകണം? ഇതിനിടെയാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ സായുധ സംഘടനത്തിന് സാധ്യതയുണ്ടെന്ന് US രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് വരുന്നത്. എന്താണ് ഈ തുരങ്കപാതയുടെ പ്രാധാന്യം? പരിശോധിക്കാം. ഫെബ്രുവരി 9 അസമിനെയും അരുണാചലിലെ തവാങ്ങിനെയും ബന്ധിപ്പിക്കുന്ന തുരങ്കപാതയ്ക്ക് തറക്കല്ലിട്ടത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾക്കിടെയായിരുന്നു ഇതിന്റെ നിർമ്മാണവും. കോവിഡിനെയും പ്രതികൂല കാലാവസ്ഥയും മറികടന്ന് 5 വർഷത്തിനുള്ളിൽ തുരങ്കപാത വിജയകരമായി പൂർത്തിയാക്കി. 2 തുരങ്കങ്ങളും ഒരു അനുബന്ധ പാതയും ഉൾക്കൊള്ളുന്നതാണ് പദ്ധതി. ഒന്ന് സാധാരണ ഗതാഗത ആവശ്യത്തിനും രണ്ടാമത്തേത് അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനും. എഞ്ചിനീയറിംഗ് വിസ്മയം എന്നാണ് സെല തുരങ്കപാതയെ വിശേഷിപ്പിക്കുന്നത്. നൂതനമായ ഓസ്ട്രിയൻ ടണലിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത്. അതിനൂതന നിയന്ത്രിത നിരീക്ഷണ സംവിധാനങ്ങൾ, അഗ്നിശമന ഉപകരണങ്ങൾ, വായുവിന്റെ ഗുണനിലവാരം സംരക്ഷിക്കുന്നതിനുള്ള ജെറ്റ് ഫാൻ, വെന്റിലേഷൻ, CIE മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രകാശം എന്നിങ്ങനെ അത്യാധുനിക ഇലക്ട്രോ മെക്കാനിക്കൽ സാങ്കേതിക വിദ്യകൾ ടണലിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന തവാങ്ങിലേക്ക് ഏത് കാലാവസ്ഥയിലും എത്തിച്ചേരാനാകുമെന്നത് തുരങ്കത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. വ്യാപാരം, വിനോദസഞ്ചാരം, തൊഴിൽ എന്നിങ്ങനെ പ്രദേശത്തിന്റെ മൊത്തത്തിലുള്ള വികസനം സാധ്യമാക്കുന്നതിൽ ഈ ടണൽ വൻ മുതൽക്കൂട്ടാകുമെന്നതിൽ സംശയമില്ല. പ്രദേശത്തെ മഞ്ഞുവീഴ്ചയും മഴക്കാലത്തുണ്ടാകാറുള്ള മണ്ണിടിച്ചിലുമൊക്കെ അരുണാചൽ പ്രദേശിലെ തവാങ് ജില്ലയെ തീർത്തും ഒറ്റപ്പെടുത്തുന്നു. എന്ന് മാത്രമല്ല, ഈ തന്ത്രപ്രധാന മേഖലയിലേക്ക് ഇന്ത്യൻ സേനയ്ക്ക് എത്തിച്ചേരുവാനും ദുർഘടമായിരുന്നു. ഇനി അതൊക്കെ പഴങ്കഥ. ഇന്ത്യ ചൈന വാക്പോരുകൾ തുടരുന്നതിനിടെയാണ് US ഇന്റലിജൻസിന്റെ മുന്നറിയിപ്പ് വരുന്നത്. സമീപ ഭാവിയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷം പരസ്പരമുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടത്രേ. കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്താണ് അരുണാചൽ പ്രദേശിലെ 11 സ്ഥലങ്ങൾക്ക് പുതിയ പേരുമായി ചൈന രംഗത്തു വന്നത്. 2017 2021 സമാനമായ രീതിയിൽ ചൈനയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നീക്കമുണ്ടായിരുന്നത്. ഇന്ത്യയുടെ തെക്കു കിഴക്കൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശ് തങ്ങളുടെ ഭാഗമാണെന്ന് ചൈനയുടെ പക്ഷം. ടിബറ്റുമായുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് ചൈനയുടെ അവകാശവാദങ്ങൾ. എന്നാൽ അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്, മറ്റാർക്കും അതിൽ അവകാശമില്ലെന്നും ഇന്ത്യ ആവർത്തിക്കുന്നു. LACയുടെ സമീപത്താണ് തവാങ് സ്ഥിതി ചെയ്യുന്നത്. ഏറെ തന്ത്രപ്രധാനമായ ഈ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് ഏറെ ഗുണകരമാണ്. കൂടാതെ വടക്ക് കിഴക്കൻ അതിർത്തിയിൽ പ്രാദേശിക വികസനവും സ്ഥിരതയും വളർത്തുന്ന നിർണായകമായ ഒരു അടിസ്ഥാന സൗകര്യ പദ്ധതിയായി സെല ടണൽ മാറുന്നു.